ഹായ് ഫ്രണ്ട്സ്, പ്രണവ് ഫ്രം കാസർഗോഡ്. ഇന്ന് നമ്മളൊരു വെറൈറ്റി ഫുഡാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കുഴിമൺ ചിക്കൻ. ഒരു ട്രൈബൽ ഫുഡാണത്. അപ്പോൾ നമ്മളൊരു അന്തരീക്ഷം സൂപ്പർ സ്ഥലമാണ്. അപ്പോൾ നമ്മളൊരു ചെങ്ങായും കൂടി ഉണ്ട് ഇന്ന്, ദിലീപ്. അപ്പോൾ അതിൻ്റെ ചേരുവകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. കുരുമുളക് പൊടി, ഇഞ്ചി, മുളക് പൊടി, ഉപ്പ്, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, പിന്നെ നാരങ്ങ. പിന്നെ നമ്മുടെ ചിക്കൻ സൈഡ് കീറി വിട്ടിട്ടുണ്ട് മസാല പിടിക്കാൻ വേണ്ടി. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കീറി വിട്ടത്. മുഴുവനുള്ള ചിക്കനാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി മസാല പിടിക്കാൻ വേണ്ടി നമ്മൾ മസാല തയ്യാറാക്കാം. ആദ്യം നമുക്ക് വെളുത്തുള്ളി ഒരു നുള്ളിടാം. പിന്നെ ഇഞ്ചി, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി എല്ലാം ഒരു നുള്ളേ. പിന്നെ മെയിനായിട്ട് നമ്മുടെ ഉപ്പ്. ഇതൊന്ന് ജസ്റ്റ് മിക്സ് ആക്കാം. പിന്നെ നമുക്ക് നാരങ്ങ അതിൻ്റെ അത് പിഴിയാം. നാരങ്ങ കുരു വീഴാൻ പാടില്ല, അതുകൊണ്ടാണ് സൈഡ് ഇങ്ങനെ കീറി വിട്ടിരിക്കുന്നത്. കുറച്ച് വെള്ളം. ഇനി നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഇതിൻ്റെ അത് ചേർക്കാം. മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനിലോട്ട് കയറ്റാം. ഇതിൻ്റെ ഇടയിലോട്ട് മസാല ശരിക്കും ഒന്ന് കയറ്റി പിടിപ്പിക്കാം. മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു അരമണിക്കൂർ ഇത് മസാല ഒന്ന് ശരിക്കും ഒന്ന് പിടിക്കാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ നമ്മളെ ചിക്കൻ മസാല ഫുള്ള് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നാരങ്ങ സ്വാദിന് വേണ്ടി ഈ നാരങ്ങ ഇതിൻ്റെ അകത്ത് ഇടാം. ഇനി നമുക്ക് ഇതൊന്ന് ശരിക്കും ഒന്ന് സെറ്റാക്കാണ്ട് ഈ വാഴയിലോട്ട് ഒന്ന് മൂടാം. ഈ ചിക്കൻ മൂടി വെക്കണം, കവർ ചെയ്യണം. ഇങ്ങനെ കവർ ചെയ്യുക. നമുക്ക് ഒന്നുകൂടെ മൂടാം. ഇത് ശരിക്കും ഇത് പൊട്ടാൻ പാടില്ല. ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും വേവണമെങ്കിൽ ഇത് കറക്റ്റ് കെട്ടണം. ഇപ്പോൾ നമ്മളെ ഇത് കെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ കളിമണ്ണ് വേണം. കളിമണ്ണ് ഇതിൻ്റെ മുകളിൽ വെച്ച് അത് സെറ്റാക്കാം. ഇത് നമ്മുടെ പുഴയുടെ സൈഡിൽ നിന്ന് എടുത്ത കളിമണ്ണാണ്. ശരിക്കും അങ്ങോട്ട് പ്രസ് ചെയ്ത് സെറ്റാക്കാനുണ്ട്. ഇളകാൻ പാടില്ല.
ഓക്കെ, നമ്മുടെ കുഴിമൺ ചിക്കൻ ഏകദേശം മണ്ണുകൊണ്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കുഴിയിലോട്ട് ഇറക്കി വെക്കണം. അതിനായിട്ട് കണൽ റെഡിയാക്കണം. കണലിൽ ഏകദേശം നമ്മളെ ഫ്രണ്ട് ദിലീപ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിലോട്ട് നമുക്ക് ഇറക്കി വെക്കാം. അതിന് നമ്മളെ കുഴി സംഭവം റെഡി ആയിട്ടുണ്ട്, കണൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുഴിയിലോട്ട് നമുക്ക് ഇറക്കി വെക്കാം. ശ്രദ്ധിച്ച് ഇറക്കി വെക്കണം, നല്ല ചൂടുണ്ട്. ഇനി നമുക്ക് ഈ കണൽ ഇതിൻ്റെ അകത്തേക്ക് ഫുള്ള് തട്ടാം. നല്ല വട്ടത്തിൽ അത് തട്ടിയ ശരിക്കൊന്ന് ചൂടാകണം. നല്ല നമുക്ക് കുറച്ച് വിറക് ആവശ്യമാണ്. അപ്പോൾ തീ ഒന്ന് കത്തിക്കണം. തീ മെയിനാണ് ഇതിന്. തീ കത്തിയിട്ടുണ്ട്. കുറച്ച് വിറക് നമുക്ക് ഇതിൻ്റെ ഇതാ. ശരിക്കും കണൽ വേണം. ഇതിൻ്റെ മുകളിലും ചൂട് വേണം, അടിയിലും ചൂട് വേണം. എന്നാലേ ശരിക്കും അത് ഇതേയുള്ളൂ. നമുക്കൊരു അരമണിക്കൂർ ശരിക്കും ഒന്ന് തീ പിടിച്ച്, ഇനി നമുക്ക് കുറച്ച് ചിരട്ടയും കൂടെ വെക്കണം. എന്നാൽ ശരിക്കും തീ പിടിച്ചോളും. ചിരട്ടയാകുമ്പോൾ ശരിക്കും കത്തിക്കോളും. ഇനി നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം. നമ്മുടെ കുഴിമൺ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കണലൊക്കെ മാറ്റി എല്ലാം റെഡിയാക്കാനുണ്ട്. നമുക്ക് എടുക്കാം. മണ്ണെല്ലാം പൊടിഞ്ഞു ഫുള്ള് ഇളകി. നമ്മൾ ഇതിങ്ങോട്ട് എടുത്ത് വെക്കാം. സംഭവം നല്ല മസാല പിടിച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് അധികം മുരിഞ്ഞു വരില്ല. ഇത് ഒരു അൽഫാം പോലെ നല്ല മസാല ശരിക്കും പിടിച്ച് നിൽക്കുന്ന ഇറച്ചിയാണ്. പൊളിഞ്ഞ് നല്ല സെറ്റായിട്ടുള്ള സാധനമാണ്. സ്മൂത്തായിട്ടുള്ള ഇറച്ചിയാണ്. ഇത് നല്ല പുഴുങ്ങിയ പോലെയാണ്. പിന്നെ മസാല നിങ്ങൾക്ക് പിടിച്ചില്ല എന്നൊക്കെ തോന്നും, പക്ഷെ നല്ല മസാല ഒക്കെ പിടിച്ച് കാണാൻ നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടോ നോക്കാൻ വേണ്ടി നമ്മളെ ദിലീപ് ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. സംഭവം നല്ല പുഴുങ്ങിയ പോലെയാണ്, നല്ല ഇളകിയിട്ടൊക്കെ ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. അതായത് ഒരു പുഴുങ്ങിയ രൂപത്തിലാണ്, പക്ഷെ അതുകൊണ്ട് മസാല എല്ലാം കറക്റ്റ് അതിനകത്ത് പിടിച്ചിട്ടുണ്ടാവും. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മളെ സംഭവം ഐറ്റം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വീട്ടിലൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഈ ഫ്രണ്ട്സൊക്കെ കൂടുമ്പോൾ നമ്മൾ ഇങ്ങനെ ടൈം പാസിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇത്. എല്ലാവരും നിങ്ങൾ ഫ്രണ്ട്സൊക്കെ കൂടുമ്പോൾ ഒന്ന് ചെയ്യണം. എന്തായാലും സൂപ്പറാകും സാധനം. ടേസ്റ്റ് ആയിരിക്കും, നല്ല ടേസ്റ്റ് ഉണ്ട് സാധനം. പിന്നെ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഈ വീഡിയോ. എന്തായാലും എല്ലാവരും ഷെയർ ചെയ്യണം. എൻ്റെ യൂട്യൂബ് ചാനലായ പ്രണവ് ഈറ്റ്സ് ആൻഡ് ഐഡിയാസ് എന്ന് പറഞ്ഞാൽ എന്ന യൂട്യൂബ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എൻ്റെ പേജും ഉണ്ട്, പ്രണവ് ഈറ്റ്സ് ആൻഡ് ഐഡിയാസ് എന്ന് പറഞ്ഞ പേജും ഉണ്ട്. അത് നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യണം. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. എല്ലാവരും ട്രൈ ചെയ്യുക.